ഏത് ലാംഗ്വേജിലെ മൂവി ആയാലും അത് മലയാളം സബ്ടൈറ്റിൽ വെച്ച് എങ്ങനെ കാണാമെന്നാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഇതിനാദ്യം പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തങ്ങാട്ട് സെർച്ച് ബാറിൽ പോയി എക്സ് വീഡിയോ പ്ലെയർ എന്ന് ജസ്റ്റ് സെർച്ച് ചെയ്യുക. അപ്പോൾ ആദ്യം കാണുന്ന ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. എൻ്റെ കയ്യിൽ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്. എന്നിട്ട് നേരെ ആപ്പ് ഓപ്പൺ ചെയ്യുക. ആപ്പ് ഓപ്പൺ ചെയ്ത ശേഷം നമുക്ക് വേണ്ട മൂവി ഫയൽ സെലക്ട് ചെയ്യുക. ഞാനിവിടെ ഭൂത് ബംഗ്ല മൂവിയാണ് സെലക്ട് ചെയ്തത്. ഈ മൂവിയുടെ സബ്ടൈറ്റിൽ കിട്ടാൻ അവിടെ CC എന്ന് പറഞ്ഞ് കാണും. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്തങ്ങാട്ട് ഓൺലൈൻ സബ്ടൈറ്റിൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണിക്കും. അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തങ്ങാട്ട് ഏത് മൂവിയാണോ നിങ്ങൾക്ക് വേണ്ടത് ആ മൂവിയുടെ പേര് ടൈപ്പ് ചെയ്യുക. എനിക്കിവിടെ വേണ്ടത് ഭൂത് ബംഗ്ല മൂവിയുടെ മലയാളം സബ്ടൈറ്റിലാണ്. അതുകൊണ്ട് ഭൂത് ബംഗ്ല എന്ന് ഞാൻ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ ആ മൂവിയുടെ സബ്ടൈറ്റിൽ കാണിക്കും. അതവിടെ ഡൗൺലോഡ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യുക. 2 മിനിറ്റിനുള്ളിൽ സബ്ടൈറ്റിൽ ഡൗൺലോഡ് ആവും. സബ്ടൈറ്റിൽ ഡൗൺലോഡ് ആയ ശേഷം നേരെ ഈ ആപ്പ് ക്ലോസ് ചെയ്തങ്ങാട്ട് MX പ്ലെയർ ആപ്പ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് മൂവി ജസ്റ്റ് ഒന്ന് ഈ ആപ്പിൽ ഓപ്പൺ ചെയ്യുക. ഭൂത് ബംഗ്ല മൂവി ഞാൻ എൻ്റെ ഫോൾഡറിൽ പോയിങ്ങാട്ട് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവിടെ മേലെ ഒരു സബ്ടൈറ്റിൽ ബോക്സ് കാണിക്കും. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തങ്ങാട്ട് അവിടെ ഓപ്പൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണിക്കും. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തങ്ങാട്ട് നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത സബ്ടൈറ്റിൽ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കണം. അത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാൻ ആ സബ്ടൈറ്റിൽ ഇവിടെ സെലക്ട് ചെയ്തങ്ങാട്ട് ആഡ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണ്. എന്നിട്ട് വീണ്ടും ആ സബ്ടൈറ്റിൽ ബോക്സിൽ ക്ലിക്ക് ചെയ്തങ്ങാട്ട് ആഡ് ട്രാൻസ്ലേഷൻ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അടിയിലോട്ട് സ്ക്രോൾ ചെയ്ത് മലയാളം സെലക്ട് ചെയ്ത് ട്രാൻസ്ലേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അപ്പോഴത്തേനും ആ സബ്ടൈറ്റിൽ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ആയി വന്നിട്ടുണ്ടാകും. സബ്ടൈറ്റിൽ ട്രാൻസ്ലേറ്റ് ആയി മലയാളത്തിൽ ആയാൽ നോട്ടിഫിക്കേഷൻ കാണിക്കുന്നതാണ്. വീണ്ടും നമ്മൾ സബ്ടൈറ്റിൽ ബോക്സ് ക്ലിക്ക് ചെയ്തങ്ങാട്ട് നേരത്തെ ട്രാൻസ്ലേറ്റ് ആയ ആ സബ്ടൈറ്റിൽ ഫയൽ സെലക്ട് ചെയ്താൽ മാത്രം മതി. അപ്പോൾ നമുക്ക് സിനിമ മുഴുവനായി മലയാളം സബ്ടൈറ്റിലൂടെ തന്നെ കാണാനും പറ്റും. അധികം മിസ്റ്റേക്കുകളൊന്നും ഇതിലുണ്ടാവില്ല. MX പ്ലെയർ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതാണ്. എല്ലാ സിനിമയും ഇതേപോലെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. എക്സ് പ്ലെയർ ആപ്പ് വഴി ചെയ്യുമ്പോഴാണ് എല്ലാ മൂവീസിൻ്റെയും സബ്ടൈറ്റിൽ അധികം കിട്ടുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തങ്ങാട്ട് സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ.